ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിയതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യൂട്യൂബിൽ ലക്ഷക്കണക്കിന് വീഡിയോകൾ ഉണ്ടായിട്ടും കൃത്യം ഈ വീഡിയോ തന്നെ നിങ്ങളുടെ ഫോൺ സ്ക്രീനിൽ വന്നത് വെറുമൊരു യാദൃശ്ചികതയല്ല. ഇത് പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്ന ഒരു സൂചനയാണ്. ഒരു പക്ഷേ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലായിരിക്കാം നിങ്ങൾ. അല്ലെങ്കിൽ വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്ന സമയമായിരിക്കാം. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന 6 വലിയ സത്യങ്ങൾ പറഞ്ഞു തരാനാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തിയത്. ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന 1111 പോലുള്ള നമ്പറുകളുടെ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാമെന്ന് പഠിക്കുകയും മനസ്സിൻ്റെ സമ്മർദ്ദം കുറച്ച് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാനുള്ള വഴികൾ തിരിച്ചറിയാനും സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്ന 6ാമത്തെ രഹസ്യം ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ചിന്താഗതിയെ തന്നെ മാറ്റിമറിക്കും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായി കരുതി വെച്ച ഒരു ഭാഗ്യമായി കണ്ട് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. നമുക്ക് തുടങ്ങാം. നമ്മൾ എപ്പോഴും പറയാറില്ലേ, ചോദിക്കുന്നവന് ലഭിക്കുമെന്ന്. ഇതിനെയാണ് ഇന്ന് ലോകം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ എന്തോ വലിയ ശാസ്ത്രമാണെന്ന് തോന്നുമെങ്കിലും സംഗതി വളരെ സിമ്പിളാണ്. നമ്മുടെ മനസ്സ് ഒരു കാന്തം പോലെയാണ്. നമ്മൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വലിച്ചടുപ്പിക്കും. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് കഷ്ടകാലമാണ്, ഒന്നും നടക്കില്ല എന്ന് വിചാരിച്ചാൽ അന്ന് മൊത്തം പ്രശ്നങ്ങളായിരിക്കും. നേരെ മറിച്ച് ഇന്നെല്ലാം നടക്കും എന്ന് വിശ്വസിച്ചാൽ ആ മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. നിങ്ങളൊരു ലോട്ടറി അടിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെന്ന് വെക്കുക. വെറുതെ ആഗ്രഹിച്ചാൽ പോരാ, അതെനിക്ക് അടിക്കുമെന്നൊരു ഉറച്ച വിശ്വാസം ഉള്ളിൽ വേണം. മറ്റൊരു ഉദാഹരണം പറയാം. നമ്മളൊരു കല്യാണത്തിന് പോകാൻ നിൽക്കുമ്പോൾ പണ്ടത്തെ ഒരു പഴയ സുഹൃത്തിനെ ഓർക്കുന്നു. പെട്ടെന്ന് ദാ വരുന്നു അയാളുടെ കോൾ. നമ്മൾ പറയും, ഇപ്പം നിന്നെ ഓർത്തതേ ഉള്ളൂ എന്ന്. ഇത് വെറും യാദൃശ്ചികതയല്ല, നിങ്ങളുടെ ചിന്ത ആ വ്യക്തിയെ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. നിങ്ങൾ പോസിറ്റീവായി ചിന്തിച്ചാൽ നല്ല കാര്യങ്ങളും എപ്പോഴും പരാതി പറഞ്ഞിരുന്നാൽ മോശം കാര്യങ്ങളും നിങ്ങളെ തേടി വരും. ഇത് സത്യമാണോ എന്നറിയാൻ ഒരു ചെറിയ പരീക്ഷണം നടത്തി നോക്കൂ. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ എനിക്കിന്ന് നല്ലൊരു സർപ്രൈസ് കിട്ടും എന്ന് മനസ്സിൽ വിശ്വസിക്കുക. സംശയിക്കാനേ പാടില്ല. നിങ്ങളുടെ ചിന്തകളുടെ ഫ്രീക്വൻസി മാറുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് വഴി തുറന്നു തരും. ഒരു കാര്യം ശ്രദ്ധിക്കുക, വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. ഇത് നിങ്ങൾ നാളെ ഒന്ന് പരീക്ഷിച്ച് വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്തത് ലോ ഓഫ് അസംഷൻ. ഇത് ലോ ഓഫ് അട്രാക്ഷൻ പോലെ തന്നെ, എന്നാൽ അതിനേക്കാൾ പവർഫുള്ളായ ഒന്നാണ് ലോ ഓഫ് അസംഷൻ. ഇതിൻ്റെ അർത്ഥം ഒരു കാര്യം നടന്നു കഴിഞ്ഞു എന്ന് ഉറപ്പിക്കുക എന്നാണ്. നമുക്ക് ഒരാഗ്രഹം ഉണ്ടെങ്കിൽ അതിന് നടക്കാൻ പോകുന്നു എന്നല്ല ചിന്തിക്കേണ്ടത്, അത് ഇപ്പോൾ തന്നെ എൻ്റെ കയ്യിലുണ്ട് എന്ന് വിശ്വസിക്കണം. ഇതൊരു ഉദാഹരണത്തിലൂടെ പറയാം. നിങ്ങൾക്ക് ഒരു വീട് പണിയണമെന്നുണ്ട്, പക്ഷേ കയ്യിൽ പണമില്ല. സാധാരണ നമ്മൾ ചിന്തിക്കുക പണം വന്നിട്ട് വേണം വീട് പണിയാൻ എന്നാണ്. എന്നാൽ ഈ നിയമം പറയുന്നത് നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നതായി ഇപ്പോൾ തന്നെ മനസ്സിൽ കാണണം എന്നാണ്. ആ വീട്ടിലെ ഉമ്മറത്തിരിക്കുന്നതായും കാറ്റുകൊള്ളുന്നതായും അങ്ങനെ അങ്ങ് ഉറപ്പിക്കുക. നമ്മൾ ഒരു നാടകം കളിക്കുന്ന നടനെ പോലെ ആവണം. ആ നടൻ രാജാവിൻ്റെ വേഷമിടുമ്പോൾ താൻ രാജാവാണെന്ന് ഉറച്ചു വിശ്വസിച്ചാണ് അഭിനയിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ആഗ്രഹം നടന്നതായി വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം പോസിറ്റീവായി പ്രവർത്തിക്കും. പുതിയ വഴികളും തെളിഞ്ഞു വരും. പ്രായോഗികമായി എന്ത് ചെയ്യണമെന്ന് നോക്കാം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം നടന്നതായി സങ്കല്പിക്കുക. അതിൻ്റെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ഉറങ്ങുക. ലോകം എന്തു പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൽ ആ ഉറപ്പ് വേണം. നടക്കും എന്നല്ല, നടന്നു എന്ന് വേണം വിശ്വസിക്കാൻ. ആ വിശ്വാസമാണ് നിങ്ങളുടെ ഭാഗ്യം നിശ്ചയിക്കുന്നത്. അടുത്തത് ഏഞ്ചൽ നമ്പറുകൾ എന്താണെന്ന് നോക്കാം. ഇതാണ് പ്രപഞ്ചത്തിൻ്റെ സിഗ്നലുകൾ. നിങ്ങൾ വണ്ടിയുടെ നമ്പറിലോ ഫോണിലോ ഒക്കെ 222, 255, 777 എന്നൊക്കെ ആവർത്തിച്ച് കാണാറുണ്ടോ? ഉണ്ടോ? കണ്ടിട്ട് നമ്മൾ അത്ഭുതപ്പെടാറില്ലേ? ഇതിനെയാണ് ഏഞ്ചൽ നമ്പറുകൾ എന്ന് വിളിക്കുന്നത്. ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം നമ്മൾക്ക് നൽകുന്ന സൂചനകളാണിവ. നമ്മളൊരു വലിയ ആശയക്കുഴപ്പത്തിൽ ഇരിക്കുമ്പോഴായിരിക്കാം ഇത്തരം നമ്പറുകൾ നമ്മുടെ കൺമുന്നിൽ വരിക. ഒരു ഉദാഹരണം പറയാം.
ഇതൊരു റോഡ് സിഗ്നൽ പോലെയാണ്. നിങ്ങളൊരു പുതിയ ജോലിക്ക് പോകണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ 222 എന്ന് കണ്ടാൽ അതിൻ്റെ അർത്ഥം ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ, എല്ലാം ശരിയാകും എന്നാണ്. ഇനി നിങ്ങൾ 555 കാണുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. പഴയ കാര്യങ്ങൾ വിട്ടുകളയാൻ സമയമായി എന്ന് പ്രപഞ്ചം പറയുകയാണ്. നമ്മുടെ കാരണവന്മാർ പറയാറില്ലേ, പല്ല് ചിലയ്ക്കുന്നത് ലക്ഷണമാണെന്ന്. അതുപോലെ തന്നെ ആധുനിക കാലത്തെ ലക്ഷണങ്ങളാണ് ഈ നമ്പറുകൾ. ഇത് വെറും നമ്പറല്ല, നമുക്ക് ലഭിക്കുന്ന പ്രത്യാശയാണ്. ഇതിനായി പ്രായോഗികമായി എന്തു ചെയ്യണമെന്ന് നോക്കാം. ഇനി ഇത്തരം നമ്പറുകൾ കാണുമ്പോൾ അവഗണിക്കരുത്. ആ നിമിഷം നിങ്ങൾ എന്താണ് ചിന്തിച്ചിരുന്നത് എന്ന് നോക്കുക. അത് നിങ്ങൾക്ക് ലഭിക്കുന്ന മറുപടിയാണ്. പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുകയാണ്. അതിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക ഊർജം ലഭിക്കുന്നത് കാണാം. ഇത്തരം അനുഭവങ്ങൾ ഉള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തത് മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് നോക്കാം. ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ നിക്കോള ടെസ്ലയുടെ ഒരു രഹസ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, 369 എന്നീ അക്കങ്ങൾ പ്രപഞ്ചവുമായി ഒരു വലിയ ബന്ധമുണ്ടെന്ന്. ഈ അക്കങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാമെന്ന് നോക്കാം. ഇതിനെയാണ് 369 മാനിഫെസ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. കേൾക്കുമ്പോൾ മാന്ത്രികമായി തോന്നുമെങ്കിലും ഇതിന് പിന്നിൽ ഒരു സൈക്കോളജി ഉണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ നാട്ടിൽ പണ്ട് കുട്ടികൾക്ക് അക്ഷരം പഠിപ്പിക്കുമ്പോൾ മണലിൽ എഴുതിക്കുമായിരുന്നു. എന്തിനാണെന്ന് അറിയാമോ? കൈകൊണ്ട് എഴുതുമ്പോൾ അത് തലച്ചോറിൽ ആഴത്തിൽ പതിയും. 369 മെത്തേഡും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതൊരു ചെറിയ വാചകമായി എഴുതുക. ഉദാഹരണത്തിന്, എനിക്ക് നല്ലൊരു ജോലി ലഭിച്ചതിൽ ഞാൻ സന്തോഷവാനാണ്. ഇത് രാവിലെ എഴുന്നേറ്റ ഉടനെ 3 തവണ എഴുതുക. ഉച്ചയ്ക്ക് 6 തവണയും എഴുതുക. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് 9 തവണയും എഴുതുക. ഇതാണ് 369 മെത്തേഡ്. പ്രായോഗികമായിട്ട് എന്ത് ചെയ്യണമെന്ന് നോക്കാം. ഇങ്ങനെ 21 ദിവസമോ 45 ദിവസമോ അടുപ്പിച്ച് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ വെറുതെ എഴുതുകയല്ല വേണ്ടത്. ആ എഴുതുന്ന കാര്യം സത്യസന്ധമായി മാറുന്നത് മനക്കണ്ണിൽ കാണണം. നമ്മളൊരു കാര്യത്തിൽ ഇത്രയധികം സമയം ശ്രദ്ധ കൊടുക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് അത് യാഥാർത്ഥ്യമാക്കാനുള്ള വഴികൾ തനിയെ കണ്ടെത്തും. അതൊക്കെ നടക്കുമോ എന്ന് സംശയിക്കാതെ മനസ്സർപ്പിച്ച് ഒന്ന് ശ്രമിച്ചു നോക്കൂ. നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ പ്രപഞ്ചം വഴിമാറിത്തരും. അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്താണെന്ന് നോക്കാം. നമ്മളിൽ പലരുടെയും പരാതി എന്താണ്? എനിക്ക് അതില്ല, ഇതില്ല, അയൽവാസിക്ക് വലിയ കാറുണ്ട്, എനിക്കില്ല. ഇങ്ങനെയുള്ള പരാതികൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകില്ല. ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുന്നിടത്താണ് യഥാർത്ഥ ഭാഗ്യം തുടങ്ങുന്നത്. ഇതിനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമുക്ക് ലഭിച്ച ആഗ്രഹങ്ങളെ ഒന്ന് ഓർത്തു നോക്കിയാലോ? ഒരു ഉദാഹരണം പറയാം. ഒരാൾക്ക് നല്ലൊരു സൈക്കിൾ വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ കയ്യിൽ കാശില്ല. അയാൾ നടന്നു പോകുമ്പോൾ വഴിയിൽ കാലില്ലാത്ത ഒരാളെ കണ്ടു. അപ്പോഴാണ് അയാൾക്ക് തോന്നിയത്, ദൈവമേ, എനിക്ക് നടക്കാൻ 2 കാലുകൾ തന്നല്ലോ എന്ന്. നമ്മൾ പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തെയും കഴിക്കുന്ന ഭക്ഷണത്തെയും സ്നേഹിക്കുന്ന വീട്ടുകാരെയും ഒക്കെ വില കുറച്ചാണ് കാണുന്നത്. ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അന്ന് നടന്ന നല്ല 3 കാര്യങ്ങൾ ഒരു ഡയറിയിൽ എഴുതി നോക്കൂ. ഒരു പക്ഷേ അത് നല്ലൊരു ചായ കുടിച്ചതാകാം, അല്ലെങ്കിൽ ബസ്സിലൊരു സീറ്റ് കിട്ടിയതാകാം. എന്തുമാകട്ടെ, അതിനൊരു നന്ദി പറയുക. ഇങ്ങനെ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സ് പോസിറ്റീവ് ആവും. മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ഇങ്ങനെയുള്ളവർക്ക് ടെൻഷൻ കുറയുമെന്നും നല്ല ഉറക്കം കിട്ടുമെന്നാണ്. നിങ്ങൾ പ്രപഞ്ചത്തിന് നന്ദി കൊടുക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ തിരിച്ചു തരും. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് വെറുതെയല്ല. ഉള്ളതിൽ സന്തോഷിക്കാൻ പഠിച്ചാൽ ഭാഗ്യം നിങ്ങളെ തേടി വരും. അവസാനത്തെ കാര്യമായ സബ്ലിമിനൽ ഓഡിയോ എന്താണെന്ന് നോക്കാം. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പവർ ഹൗസ് ഉണ്ട്. അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സ്. ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു വിദ്യയാണ് സബ്ലിമിനൽ ഓഡിയോ. ഇത് വെറും പാട്ടല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ഒരു ടെക്നോളജിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, കടകളിൽ പോകുമ്പോൾ നല്ല പാട്ടുകൾ വെക്കുന്നത്? അത് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അവിടെ കൂടുതൽ നേരം നിൽക്കും, സാധനങ്ങളും വാങ്ങും. ഇതാണ് ശബ്ദത്തിൻ്റെ ശക്തി. സബ്ലിമിനൽ ഓഡിയോയിൽ നിങ്ങൾ കേൾക്കുന്നത് നല്ല മഴയുടെ ശബ്ദമോ അല്ലെങ്കിൽ ശാന്തമായ മ്യൂസിക്കോ ആയിരിക്കാം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കേൾക്കാത്ത രീതിയിൽ ചില പോസിറ്റീവ് വാക്കുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും. ഉദാഹരണത്തിന്, നീ ധൈര്യശാലിയാണ്,
നിനക്ക് വിജയിക്കാൻ കഴിയും എന്നൊക്കെ. നമ്മുടെ ചെവികൾ ഇത് കേൾക്കില്ലെങ്കിലും ഉപബോധ മനസ്സ് ഇത് പിടിച്ചെടുക്കും. രാത്രി ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോഴോ ഹെഡ്സെറ്റ് വെച്ച് ഇത്തരം ഓഡിയോകൾ കേൾക്കാം. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം വരുന്നത് നിങ്ങൾ തന്നെ അറിയും. ആത്മവിശ്വാസം കൂടുകയും പേടി മാറുകയും ചെയ്യും. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഇത്തരം ധാരാളം മ്യൂസിക്കുകൾ കാണാം. വിശ്വസിച്ചുകൊണ്ട് കേട്ടു നോക്കൂ. നിങ്ങളുടെ മനസ്സ് ഒരു പുതിയ ഉണർവിലേക്ക് മാറുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ച ഈ 6 കാര്യങ്ങളും ലോ ഓഫ് അട്രാക്ഷൻ മുതൽ സബ്ലിമിനൽ ഓഡിയോ വരെ വെറുമൊരു അറിവായി മാത്രം കാണാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പയറ്റി നോക്കൂ. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, വിശ്വാസം അതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം. പ്രപഞ്ചം നമുക്ക് എപ്പോഴും വഴികൾ കാണിച്ചു തരും. പക്ഷേ ആ വഴിയിലൂടെ നടക്കാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. ഇന്ന് മുതൽ നിങ്ങളുടെ ചിന്തകളൊന്ന് മാറ്റി നോക്കൂ. നിങ്ങളുടെ ലോകം മാറുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലെത്തിയത് ഒരു നിമിത്തമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അതുകൊണ്ട് ഈ 6 കാര്യങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾ ആദ്യം പരീക്ഷിക്കാൻ പോകുന്നത് എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ ആ ചെറിയൊരു കമൻറ്റ് മറ്റൊരാൾക്ക് വലിയൊരു പ്രചോദനമായേക്കാം. ഇതുപോലുള്ള പോസിറ്റീവായ കാര്യങ്ങൾ ഇനിയും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കൂ. ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഉപകരിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു മാറ്റത്തിൻ്റെ തുടക്കം നിങ്ങളിൽ നിന്ന് തന്നെയാവട്ടെ. വീണ്ടും കാണാം. നന്ദി.